ഇന്നിതാ ഈ സൂപ്പർ വീടാണ് കേട്ടോ നമുക്കൊന്ന് കൊടുക്കാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ബഷീർ, ഒറ്റപ്പാലം. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ മുരുക്കുംപറ്റ അടുത്താണ് കേട്ടോ. ഒറ്റപ്പാലം ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊക്കെ വെറും 7 കിലോമീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം. വെറും 3 വർഷം മാത്രമേ ഈ വീട് പഴക്കമുള്ളൂ കേട്ടോ. ഇതാണല്ലോ ഇവിടെ നല്ല പാത്രം കഴുകാനുള്ള വലിയൊരു സംവിധാനം, പിന്നെ അമ്മി, പിന്നെ ഇത് അടുക്കളയുടെ പുറകുവശമാണ് കേട്ടോ. ഇവിടെ ഒരു കോമൺ ആയിട്ടൊരു ബാത്റൂമുണ്ട്. യൂറോപ്യൻ ക്ലോസറ്റ് അല്ല, മറ്റേ ഇന്ത്യൻ ക്ലോസറ്റാണ്. നല്ല വൃത്തിയുള്ള ബാത്റൂമാട്ടോ. ഇനി വീടിൻ്റെ കാഴ്ചയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 13 സെൻറ്റ് സ്ഥലത്ത് 1800 സ്ക്വയർ ഫീറ്റ് 3 ബെഡ്റൂം വീടാണ് കേട്ടോ. അത് 3 ബെഡ്റൂമും അറ്റാച്ച്ഡാണ്. വെള്ള സൗകര്യത്തിന് ബോർവെല്ല്, പിന്നെ പൈപ്പിൻ്റെ കണക്ഷൻ. വടക്കോട്ട് ഫേസ് ചെയ്തിട്ടാണ് വീട് നിൽക്കുന്നത് കേട്ടോ. ആദ്യം തന്നെ ഒരു ഓപ്പൺ സിറ്റ് ഔട്ടാണ്. അവിടുന്ന് നമ്മൾ മെയിൻ ഡോർ തുറന്ന് ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നല്ലൊരു വിശാലമായിട്ടുള്ളൊരു ലിവിങ് ഏരിയ ഉണ്ടല്ലേ. അവിടെ ടി വി, കാര്യങ്ങൾ, സെറ്റി, സോഫ, സീലിംഗ് വർക്കൊക്കെ ചെയ്ത് നല്ല വൃത്തിയുള്ള വീടാട്ടോ. ഫുള്ള് വെട്ടുകല്ലുകൊണ്ട് വർക്ക് ചെയ്ത വീടാണ്. മെയിൻ ബസ് റൂട്ടിലേക്ക് വെറും 1 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. ലിവിങ് ഏരിയ അത്യാവശ്യം നല്ല സ്പേസുള്ള ഏരിയ കേട്ടോ. ഒരുപാട് പേർക്ക് ഇരിക്കുക. അടിപൊളി ഒരു ഷോക്കേസ്. അവിടുന്ന് നേരെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ആർച്ച്. ഈ ആർച്ചിൻ്റെ അപ്പുറത്താണ് നമ്മുടെ ഡൈനിങ് ഏരിയ, ബെഡ്റൂമുകൾക്കുള്ള എൻട്രൻസ്, അടുക്കളയിലേക്കുള്ള എൻട്രൻസും ഒക്കെ. ഇതാണ് ഡൈനിങ് ഏരിയ ഉണ്ടല്ലേ. ഡൈനിങ് ഏരിയ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഏരിയ കേട്ടോ. ഇതാണ് ഒരു ബെഡ്റൂം. ഇത് രണ്ടാമത്തെ ബെഡ്റൂം. പിന്നെ മുകളിൽ ഒരു ബെഡ്റൂമാണ്. ഇത് അടുക്കള. എല്ലാ ഭാഗത്തും നല്ല ഫസ്റ്റ് ക്ലാസ് മെറ്റീരിയൽ കൊണ്ട് വർക്ക് ചെയ്ത വീടാട്ടോ. അത് നമുക്ക് വന്ന് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ ജനൽ, വാതിൽ എല്ലാം തേക്കിൻ്റെയാണ് കേട്ടോ. ഇവിടെ വാഷ് ബേസിന്, എല്ലാവിധ വാഹനങ്ങളും വരുന്ന നല്ല റോഡാണ്. ഇതാണ് ഇതിലെ ഒരു ബെഡ്റൂം. ബെഡ്റൂമൊക്കെ ഉണ്ടോ, നല്ല വലിപ്പമുള്ള റൂമുകളാണ്. ഈ വീട് വെച്ചിട്ട് വെറും 3 വർഷം മാത്രമേ ആയിട്ടുള്ളൂ കേട്ടോ. അല്ലേ, എല്ലാ വർക്കും നല്ല ഫിനിഷിങ്ങിലാണ് ഓരോ ഭാഗം ചെയ്തിട്ടുള്ളത്. കബോർഡ് വർക്കുകൾ, അതുപോലെ ഡ്രസ്സ് അലമാറ ഉണ്ടല്ലേ, എല്ലാം നല്ല വലിപ്പത്തിൽ ചെയ്തിട്ടുണ്ട്. ഇത് 3 ബെഡ്റൂം ഉള്ളത് 3 അറ്റാച്ച്ഡാണ് കേട്ടോ. അതുകൊണ്ട് ബാത്റൂമൊക്കെ നല്ല വൃത്തിയുണ്ട്. ബാത്റൂമിൻ്റെ മുകളിൽ ഇതാണല്ലേ ഒരു സ്റ്റോറേജ് ഉണ്ട്. അതുപോലെ നിലത്തുള്ള ടൈൽസൊക്കെ ഗ്രാനൈറ്റ് മോഡൽ ടൈൽസാട്ടോ. കരിങ്കല്ലിൻ്റെ ഡിസൈനായിട്ടുള്ള ടൈൽസാണ്. നമ്മൾ ആ ബെഡ്റൂമിൽ നിന്ന് വീണ്ടും ഡൈനിങ് ഏരിയയിലേക്ക് എത്തി. അവിടുന്ന് ഇതാ വീണ്ടും രണ്ടാമത്തെ ബെഡ്റൂം. ഒക്കെ അതേപോലത്തെ വലിപ്പമുള്ള നല്ല ബെഡ്റൂമുകളാട്ടോ. ഇതാണ് ഇതിലെ ബാത്റൂം. ഇത് വേറൊരു ഡിസൈനാണ് ഇതിൻ്റെ ടൈൽസൊക്കെ കേട്ടോ. ബാത്റൂമിൽ എല്ലാം ഭംഗിയിലാണ് ചെയ്തിട്ടുള്ളത്. ഹീറ്ററും എല്ലാ സെറ്റിങ്സും ഉണ്ട്. എല്ലാ റൂമുകളിലും AC പ്ലഗുകളും എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ വീട്ടിൽ നിന്ന് 2.5 കിലോമീറ്റർ മാറിയിട്ട് LP UP സ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. ഒരു 1.5 കിലോമീറ്റർ മാറിയിട്ട് പള്ളി, മദ്രസ ഒക്കെ ഉണ്ട്. നമ്മൾ വീണ്ടും ഡൈനിങ് ഏരിയയിലേക്ക് എത്തി. ഇത് ആദ്യം കണ്ട ലിവിങ് ഏരിയ. ലിവിങ് ഏരിയയിൽ നിന്ന് ഡൈനിങ് ഏരിയയിൽ നിന്ന് വീണ്ടും നമ്മൾ അടുക്കളയിലേക്ക് എത്തി. അടുക്കള കണ്ടില്ലേ, എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. കബോർഡ് വർക്ക്, അടുക്കളയിലത്തെ ടൈൽസ് വേറൊരു ഡിസൈനാട്ടോ. അടിയിലെ കബോർഡ് വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട്. അല്ലേ, അടുക്കളയിലെ ഡോർ ഒരു ഡിസൈൻ ഗ്ലാസ് ആണ്. ഇവിടെ ഒരു ഷോക്കേസ്, മുകളിലെ കബോർഡ് വർക്ക്, ഷെൽഫ് എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല വൃത്തിയുള്ള വീടാണ്. അത് കഴിഞ്ഞാൽ ഒരു വർക്ക് ഏരിയ. ഇവിടെ പുകയില്ലാത്ത അടുപ്പ്, ആലുവ പുകയില്ലാത്ത അടുപ്പ്. ഇവിടെ ഒരു ഷെൽഫ്. അവിടുന്ന് പിന്നെ ഇവിടെ ഒരു ഓപ്പൺ ഗ്രില്ലാണ് കേട്ടോ. എയർ പാസിങ്ങിനൊക്കെ വേണ്ടിയിട്ടൊരു ഓപ്പൺ ഗ്രില്ല്, മുകളിലൊരു സ്റ്റോറേജ്. ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുക്കളയിൽ നിന്ന് പുറത്തേക്കുള്ള എക്സിറ്റ് ഉണ്ടല്ലേ. ഇവിടെ ഒരു പാത്രം കഴുകുന്ന വലിയ സംവിധാനം, അമ്മിത്തറയൊക്കെ അവിടെയാണ്. നമ്മൾ വീണ്ടും ഡൈനിങ് ഏരിയയിൽ എത്തി. അവിടുന്ന് സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാലുള്ള കാഴ്ചയാണിത്. സ്റ്റെയർ കേസിൻ്റെ കൈവരിയൊക്കെ നല്ല സ്റ്റീലിൻ്റെ വർക്കാട്ടോ. താഴത്തെ 2 ബെഡ്റൂം കഴിഞ്ഞാൽ പിന്നെ മുകളിലാണ് ഒരു ബെഡ്റൂം ഉള്ളത്. സ്റ്റെയർ കേസ് കയറി നേരെ മുകളിലേക്ക് എത്തിയ ഇവിടെ ഇങ്ങനൊരു സ്പേസ് ഉണ്ട്. അവിടുന്ന് ഇതാ ഒരു പാസേജാണ്. നേരെ പോകുന്നത് ബാൽക്കണിയോട് കൂടിയിട്ടുള്ളൊരു സ്പേസ്. അവിടുന്ന് നേരെ തൊട്ടിതാ ഇതാണ് ഒരു ബെഡ്റൂം. 13 സെൻറ്റ് സ്ഥലം, 1800 സ്ക്വയർ ഫീറ്റ്, 3 ബെഡ്റൂം, 3 ബെഡ്റൂം അറ്റാച്ച്ഡുള്ള ഈ വീടിന് ഇതിൻ്റെ ഓണർ വില പറയുന്നത് 44 ലക്ഷം രൂപയുള്ളൂ കേട്ടോ. എങ്കിലും നെഗോഷ്യബിളാണ്. നമുക്ക് പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടുന്നതാണ്. ആവശ്യക്കാർ ഈ നമ്പറിൽ വിളിക്കുക. നല്ല സൂപ്പർ വീടാട്ടോ. നല്ലൊരു ഏരിയയിലുമാണ് ഈ വീടുള്ളത്. അതൊന്നും അധികം ഉപയോഗിച്ചിട്ടൊന്നുമില്ല. അതുപോലെ ഈ വീടിൻ്റെ 2 ഭാഗത്തും റോഡാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ 13 സെൻറ്റിൽ നിന്ന് കുറച്ച് സ്ഥലം മുറിച്ച് വിൽക്കണമെങ്കിൽ അതിനും പറ്റും. ഭാവിയിലൊക്കെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഉപയോഗിക്കുക. വേറെ വീടൊക്കെ വേണമെങ്കിൽ വെക്കുക ആ ഭാഗത്ത്.
അതിനുള്ള സ്പേസ് ഉണ്ട്, പുറകിൽ സ്ഥലമുണ്ട്. ബാക്കി ഇവിടെ കണ്ടില്ല, ഇവിടെ നല്ലൊരു ഓപ്പൺ ഏരിയ ആണ് കേട്ടോ. അവിടുന്ന് ഇത് പുറത്തേക്കുള്ള ബാൽക്കണിയിലേക്കുള്ള ഡോറാണ്. എല്ലാ ഡോറുകളും ഫുള്ള് തേക്കാണ് കേട്ടോ. ഇവിടെ ബാൽക്കണി ഉണ്ടല്ലേ, വിശാലമായിരുന്ന് കാറ്റൊക്കെ കൊള്ളാൻ പറ്റിയ നല്ലൊരു ഏരിയയാണ്. എല്ലാ വർക്കും നല്ല എ ക്ലാസ് വർക്കുകളാണ് കേട്ടോ. ആവശ്യക്കാർ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിച്ചോളൂ. ഇത് ഓപ്പൺ ടെറസ്. ഇത് നമ്മൾ വീടിൻ്റെ മുൻവശത്തേക്കുള്ള കാഴ്ച. വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനുള്ള മുറ്റവും എല്ലാം നല്ല വൃത്തിയിലാണ് ചെയ്തിട്ടുള്ളത്. ആവശ്യമുള്ളവർ വിളിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.